സോഹോ സ്ഥാപകൻ ശ്രീധർ വെമ്പുവും ഭാര്യയും വേർപിരിയുന്നു. 15,000 കോടി രൂപ കെട്ടിവെക്കാൻ US കോടതി. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ 4ാമത്തെ വിവാഹമോചനമാണ് ഇത്. കോടതിയുടെ ഉത്തരവ് പുറത്തുവന്നതിന് പിന്നാലെ വിവാഹമോചന വാർത്ത അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടി. ടെക് ഭീമനായ സോഹോയുടെ സ്ഥാപകനും സിഇഒയുമായ ശ്രീധർ വെമ്പുവും ഭാര്യയും വേർപിരിയുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. നിങ്ങൾക്കറിയുമോ ശ്രീധർ വെമ്പുവിനെ കുറിച്ച്? ആസ്തിയുടെ കാര്യത്തിൽ വെമ്പു കുടുംബം ഈ രാജ്യത്തെ ഏറ്റവും സമ്പന്നരിൽ ഒരാളാണ്. 2024 ചില കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിലെ ടോപ്പ് 100 ബില്യണിയർ പട്ടികയിൽ 51ാം സ്ഥാനത്തായിരുന്നു അദ്ദേഹം. ശ്രീധർ വെമ്പു മദ്രാസ് IITയിലാണ് പഠിച്ചത്. ബിടെക് ബിരുദം നേടിയ ശേഷം അദ്ദേഹം US-ൽ ആദ്യം ജോലി ചെയ്തു. US-ലെ ജോലി പിന്നീട് അധികം നാൾ നീണ്ടുനിന്നില്ല. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു മടങ്ങി. തിരിച്ചെത്തിയ ശേഷം സ്വന്തമായി ഒരു കമ്പനി ആരംഭിച്ചു. 1990കളിൽ 2 കുടുംബാംഗങ്ങളും 3 സുഹൃത്തുക്കളും ചേർന്ന് കമ്പനി തുടങ്ങി. അത് പിന്നീട് സോഹോ കോർപ്പായി മാറി. പിന്നീട് ഒരിക്കലും അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കമ്പനിയുടെ ബിസിനസ് അതിവേഗം വളർന്ന് എല്ലാവരെയും ഞെട്ടിച്ചു. ഇത് ശ്രീധർ വെമ്പുവിന്റെ ആസ്തിയിൽ പ്രതിഫലിക്കുന്നതാണ് പിന്നീട് കണ്ടത്. അങ്ങനെ അദ്ദേഹത്തെ രാജ്യത്തെ ഏറ്റവും ധനികരായ ആളുകളിൽ ഉൾപ്പെടുത്തി. സമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടി. എന്നാലും ശ്രീധർ വെമ്പുവിന്റെ ലളിത ജീവിതം പലപ്പോഴും വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ് അദ്ദേഹം നിലവിൽ താമസിക്കുന്നത്. കോടിക്കണക്കിന് സമ്പത്തുണ്ട്. ഇപ്പോഴിതാ അദ്ദേഹവും ഭാര്യയും വേർപിരിയുന്ന വാർത്തയും ബിസിനസ് രംഗത്തേറെ ഞെട്ടിക്കുന്നതാണ്. അമേരിക്കൻ കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ ഈ വിവാഹമോചന വാർത്ത അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടിക്കഴിഞ്ഞു. കാരണം ലോകത്തിലെ ഏറ്റവും ചെലവേറിയ 4ാമത്തെ വിവാഹമോചനമാണ് ഇത്. ഒരു ഇന്ത്യൻ വ്യവസായിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ചെലവേറിയ വിവാഹമോചനമാണിതെന്നും പറയപ്പെടുന്നുണ്ട്. അതായത് ഏകദേശം 15,000 കോടി രൂപ വരും ഇതിന്റെ ചിലവ്. ഇത്രയും കോടി രൂപ ബോണ്ട് കെട്ടിവെക്കാൻ അമേരിക്കയിലെ കാലിഫോർണിയ കോടതിയാണ് ഉത്തരവിട്ടത്. കഴിഞ്ഞ വർഷമാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പാസാക്കിയതെങ്കിലും കേസിന്റെ വിശദാംശങ്ങൾ അടുത്തിടെയാണ് പുറത്തു വന്നത്. 1993 ശ്രീധർ വെമ്പുവിന്റെയും പ്രമീള ശ്രീനിവാസിന്റെയും വിവാഹം നടന്നത്. ഒരു മകനാണ് ഇരുവർക്കുമുള്ളത്. അടുത്ത കാലങ്ങളിൽ ഇന്ത്യയിലിരുന്നാണ് ശ്രീധർ കമ്പനിയെ നിയന്ത്രിച്ചു വരുന്നത്. കൂടാതെ അദ്ദേഹത്തിന്റെ കർശനമായ ജീവിതശൈലിയും ഗ്രാമീണ മേഖലയുടെ വികസനത്തിനായുള്ള വാദവും ശ്രദ്ധ നേടുന്നതും നാം കണ്ടിട്ടുണ്ട്. അതിനാൽ വിവാഹമോചന ഒത്തുതീർപ്പിന്റെ ഭാഗമായി ഇത്രയും വലിയ തുക കൈമാറുന്നത് പലരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നു തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് $5.85 ബില്യൺ ആയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ധനികരായ വ്യക്തികളുടെ പട്ടികയിൽ 39ാം സ്ഥാനത്താണ് ഇന്ന് ശ്രീധർ വെമ്പു ഉള്ളത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.